ഹലോ കൂട്ടുകാരെ, ഇത് കണ്ടോ? കൊന്നയിലയുടെ ചാറൊഴിച്ചപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ മുളകെല്ലാം കേടുമാറി കായ്ക്കാൻ തുടങ്ങി, നിറയെ കായ്ക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് വെള്ളമുളക്, വെള്ളക്കാന്താരി കണ്ടോ തഴച്ച് വളർന്നു നിൽക്കുന്നത്, ഇതൊക്കെ കേടായതായിരുന്നു. ഞാൻ കൊന്നയിലയുടെ ഇല ഒരു പിടി ഇലയെ ഒരു ബക്കറ്റ് 1 കപ്പ് വെള്ളത്തിലിട്ടു. എന്നിട്ട് 5-6 ദിവസം കഴിഞ്ഞിട്ട് അത് പിഴിഞ്ഞ് 15 കപ്പ് വെള്ളത്തോടെ കൂട്ടി നേർപ്പിച്ചെടുത്തിട്ട് എല്ലാത്തിനും സ്പ്രേ ചെയ്തു. അപ്പോൾ കേടുമാറി. ഇതുണ്ട്, കൊന്നയില നല്ല വളവുമാണ്, കീടങ്ങൾ മാറി. കണ്ട കുരുടിപ്പെല്ലാം മാറി, എല്ലാം നല്ല തഴച്ച് വളരാൻ തുടങ്ങിയേ. ഉണ്ടാകും, മുളക് ഉണ്ടാകാൻ തുടങ്ങി. കൊന്നയില ഉണ്ടെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കൂ, എല്ലാം മുളക് ചെടികളും രക്ഷപ്പെടും. ഞാൻ പലതും പ്രയോഗിച്ച് നോക്കി, പക്ഷേ ഇതാണ് ഏറ്റവും നല്ല ഫലം കണ്ടത്. ഇത് മഞ്ഞമുളക് ചിമ്മിക്കമ്മൽ പോലെ ഇരിക്കുന്നുണ്ട്, നല്ല രസമാണ്. കണ്ടോ, എല്ലാം തഴച്ച് വളരാൻ തുടങ്ങി. അല്ലെങ്കിൽ കുരുടിപ്പ് വന്ന് ഇലയെല്ലാം ചുരുണ്ടി നിൽക്കുമായിരുന്നു. അതുകൊണ്ടോ നല്ല രസമല്ലേ മുളക് കാണാൻ. അത് പഴുക്കുമ്പോൾ ഈ കളറാണേ, മഞ്ഞ മുളക്. ഇത് മുന്തിരി മുളക് ഉണ്ടോ, തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ടോ. അത് പൂ ഇട്ടതേ ഉള്ളൂ. മുളക് ഉണ്ടാകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വീഡിയോ ഇടാവേ. ഇതുണ്ടോ പച്ചമുളക്. ഈ പച്ചമുളക് ഇല്ലേ, പത്രമുളക് നമ്മൾ മേടിക്കല്ലേ, കടുക് മുറിച്ചിടാനാ. ആ മുളകാണ് ഇത്. ഞാനത് പാകി മുളപ്പിച്ച് നട്ടതാണ്. ഈ കൂമ്പൊക്കെ കുരുടിച്ച് വരും, അത് ഞുള്ളി കളഞ്ഞാൽ മതി കേട്ടോ കൂട്ടുകാരെ, അപ്പോൾ ആ കുരുടിപ്പ് മാറും. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ഓരോന്നൊക്കെ സ്പ്രേ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ വെളുത്തുള്ളി വേഗപ്പണ്ണ മിശ്രിത് സ്പ്രേ ചെയ്യാം. സോപ്പിലായിനി 2 തുള്ളി ഒഴിച്ചിട്ടേ. കണ്ടോ, ഒരു കേടും ഇല്ലപ്പോൾ, എല്ലാം കായ്ക്കാൻ തുടങ്ങി. ഇതാണ് പത്രമുളക്. മാർക്കറ്റിൽ നിന്ന് മേടിച്ച മുളകും വരെ നമുക്ക് പാകി മുളപ്പിച്ച് മുളകുണ്ടാക്കാം. നല്ല എരിവ്, ഇതിന് 1 മതി കറിക്കൊക്കെ. ഞാൻ സാധാരണ 3 മുളകാണ് എടുക്കുന്നത്, പക്ഷേ ഇത് 1 മതി. വെള്ളമുളക് ഉണ്ടായി വരുന്നുണ്ടോ. ഇത് മഞ്ഞമുളകിൻ്റെ തൈ. എല്ലാ കുരുടിപ്പും മാറി. കണ്ട, ചാണകപ്പൊടി ഉള്ളവർക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. വേനൽക്കാണ് കൊന്നയിലയുടെ ഈ ചാറ് അതിൻ്റെ ചുവട്ടിൽ ഒഴിക്കാം. പല സൈസ് മുളകാണ് കേട്ടോ, എല്ലാം പുതിയ നാമ്പ് വന്നേക്കുന്നുണ്ടോ. എല്ലാം കുരടിച്ച് നിന്നായിരുന്നു. കുരടിപ്പ് മാറി. കണ്ടോ, നല്ല ഇലയായി. അപ്പോൾ കൊന്നയില വളമായിട്ട് ഉപയോഗിക്കാം. സ്പ്രേ ചെയ്ത കീടങ്ങളും വെള്ളപ്പൂപ്പലുണ്ടായിരുന്ന ഇലയുടെ അടിയിലെല്ലാം ഓരോ ഇല പൊക്കി നോക്കുമ്പോൾ അതിൻ്റെ അടിയിലെല്ലാം പൂപ്പൽ പൗഡർ പോലെ. അത് കഴിഞ്ഞിട്ട് ഇലയുടെ അടിയിലെല്ലാം നല്ലപോലെ സ്പ്രേ ചെയ്യണേ. അപ്പോൾ ഈ കൊന്നയിലച്ചാറ് സ്പ്രേ ചെയ്തപ്പം നല്ലപോലെ ഇതെല്ലാം മാറിക്കിട്ടി. നല്ല വളമാണ്. ഈ നമ്മളിങ്ങനെ നടക്കുന്ന വഴിക്ക് റോഡേക്കടെയൊക്കെ കൊന്നയിലയുടെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത്, അതിൽക്കൂട്ട്
ഒരു 10 ഇല എടുത്തുകൊണ്ട് വന്നാൽ മതി. ഏരത്തോടെ ഇങ്ങനെ അടത്തി എടുത്തുകൊണ്ട് വന്നാൽ മതി. കറിവേപ്പില അടത്തിയെടുക്കുന്നതല്ലേ. എന്നിട്ട് 1 കപ്പ് വെള്ളത്തിൽ ഇട്ടിട്ട് 3-4 ദിവസം കഴിയുമ്പോഴത്തേനും അത് ചീഞ്ഞ് വരും. അത് എന്നിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കുക. നേർപ്പിച്ച് 1 കപ്പിന് 15 കപ്പ് വെള്ളം കൂട്ടി നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്താൽ മതി. കണ്ടോ, എല്ലാം പൂവിട്ടു. പുതിയ നാമ്പ് വരുവാണേ. എന്നിട്ട് പൂവിടും. ഇനിയും കുരുടിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ കൂമ്പ് ഞുള്ളിക്കളഞ്ഞാൽ മാത്രം മതി. ഞാനെല്ലാം പറിച്ച് കളഞ്ഞാലോ എന്ന് ഓർത്ത് അതുപോലെ കുരുടിപ്പ് വന്നായിരുന്നു. അപ്പം എല്ലാം മാറുകണ്ടോ. എല്ലാം ഇപ്പോൾ മുളക് തരാൻ തുടങ്ങി. വെറുതെ കളയുന്ന ചായപ്പൊടിയൊക്കെ ഇതിൻ്റെ ചുവട്ടിക്കൊണ്ട് ഇടാം. അപ്പോൾ കേട്ടോ, നല്ല രസമല്ലേ ഈ മുളക് കാണാൻ. ഇത് ഉണ്ടാകുമ്പോൾ ഇത് പച്ച കളറ്, പഴുക്കുമ്പോൾ ഇതുപോലെ മഞ്ഞ കളർ വരും. ചുവപ്പാകല, ഇത് മഞ്ഞ കളർ വരും. നല്ല രസമല്ലേ ഇത് കാണാൻ. എന്നും ഞാൻ പോയി നോക്കും ഇതിൻ്റെ ചുവട്ടിൽ ഉണ്ടായ കേടുണ്ടോയെന്ന്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഉണ്ടാകാൻ തുടങ്ങി. അപ്പം വലിയ സന്തോഷമായി. നല്ല വെയിൽ വേണം അപ്പം കേട്ടോ കൂട്ടുകാരൻ. വെയിലുണ്ടെങ്കിലേ, ഇപ്പം മഴയാ, വെയിലില്ല. അപ്പം ഒച്ച ഉള്ളിടത്ത് വെച്ചാൽ മതി. അപ്പം നല്ലപോലെ മുളകുണ്ടാവും. ഇതാണ് കൊന്നയില. കണ്ടോ, ഈ കൊന്നയില എടുത്താൽ മതി. ഇങ്ങനെ ഉണ്ടോ, ഈ മുളക് തൈ ഒന്നും ഒരു കേടുമില്ല. അപ്പം നല്ല തൈയല്ലേ കൂട്ടുകാരെ. പല സൈസ് മുളകാണ്. മുന്തിരി മുളക്, മഞ്ഞയുണ്ട മുളക്, പത്രമുളക്, ഇത് പച്ചമുളക് ഉണ്ടോ, എല്ലാം പൂട്ട് നിൽക്കുന്നുണ്ടോ. ഇതെല്ലാം വേനൽക്ക് നട്ടാണേ. അപ്പം 3-4 ഇല പ്രായമാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും സാപ്പ് തളിച്ചു കൊടുക്കണം. നല്ല പച്ചപ്പ് കണ്ടോ, മുളകുണ്ടായി നിൽക്കുന്നുണ്ടോ. ഇത്രയും വലിപ്പമായി. നമ്മളിങ്ങനെ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കെമിക്കലും വിഷങ്ങളും ഒന്നും മേടിക്കണ്ടല്ലോ. ഇതൊക്കെ നല്ല കുരുടിപ്പായിരുന്നു. മുളകിന് മാത്രമല്ല കേട്ടോ, പൂച്ചെടികൾക്കും തളിക്കാം. ഞാനിത് ഒരു നേരം തളിച്ചുള്ളൂ. ഇവിടെ ഇല്ലേ. എന്നിട്ടും നടക്കാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ്. അപ്പോൾ എടുത്തുകൊണ്ട് വന്ന. ഇവിടെ ഞങ്ങളുടെ വീട്ടിലില്ല കൊന്നയില. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ വെട്ടിയിട്ടൊക്കെ കാണിച്ചു കൂട്ടിയിൽ റോഡ് സൈഡിൽ ആ കമ്പ് കൊണ്ടുവന്ന് ഇപ്പം മുളച്ചോളും. മഴയല്ലേ. ഡ്രമ്മി വെച്ചേക്കുന്ന ഒരു പച്ചമുളകാണ്. മഴയത്ത് കുളിച്ച് നിൽക്കുക. മഴയില്ലാത്ത സമയത്ത് നോക്കി നമുക്കിത് സ്പ്രേ ചെയ്യാം. എന്നും നോക്കണം കീടങ്ങളുണ്ടോ എന്നൊക്കെ. തളിരയിലൊക്കെ എന്തൊക്കെയോ വന്ന് പുഴുവൊക്കെ തിന്നുവേ. അപ്പോൾ എന്നും നോക്കണം.
ഇത് വെള്ളമുളക്, നല്ല എരിവുള്ള മുളക് 3 അരച്ചാൽ മതി. ഞാൻ ഇടയ്ക്ക് സാബു സ്പ്രേ ചെയ്ത് അതിൻ്റെ കണ്ട ഈ ഇല കണ്ട നീല കളറ്, അങ്ങനെ ആഴ്ച തോറും നമുക്ക് മാറി മാറിയൊക്കെ സ്പ്രേ ചെയ്യാം. എല്ലാം മുളക് തരാൻ മാത്രമായി മൊട്ടായി, ചെറിയ ചെറിയ മുളകായി. കണ്ടോ? ഇനി നമുക്ക് മോരൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിയൊക്കെ വെക്കുമ്പോൾ ഓടിപ്പോയി പറിച്ച് ഇട്ട് 2-3 ഇട്ട് കറി വെക്കാമല്ലോ. കുഞ്ഞ് ചീനി ചെടിയാണേ, കുഞ്ഞു മുളക് ചെടിയാണ്. എന്നിട്ട് ഇത്ര നിറയെ കായ്ച്ചു. കണ്ടോ? സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.